ദൈവജനമേ, മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അതുവരെ അവൻ്റെ തലയിൽ ഉയർന്നിരുന്ന ചോദ്യങ്ങളെല്ലാം അവനിൽ നിന്ന് വിട്ടുപോകുന്നു. ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലാതാവുന്നു. സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വസ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായ ദൈവത്തിന് മുമ്പിൽ ഏത് ചോദ്യത്തിനാണ് സഹോദര സഹോദരി പ്രസക്തിയുള്ളത്? ചോദ്യം തന്നെ സ്വയം ഇല്ലാതാവുകയാണ്. എനിക്കെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടിങ്ങനെ? ഞാൻ വളരെ മര്യാദക്കാരിയാണല്ലോ. ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളുമായി ഉറക്കം നഷ്ടപ്പെടുത്തി ചിന്തയുടെ ബന്ധനത്തിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. രക്ഷയ്ക്ക് ആവശ്യമായ പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് ഈ ബന്ധനം, പാപബന്ധനം നമ്മെ തടയുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തലപോയിക്കുന്നതിന് പകരമായി ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ്. ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ശാഖ തായ്തണ്ടിനോട് ചേർന്നാണോ വസിക്കുന്നത്? ഇതാണ് നാം അന്വേഷിക്കേണ്ടത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം ഇവ യേശുവിൽ വസിക്കുക വഴി നമ്മളിൽ പ്രകടമാകേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഗലാത്യ 5:22 നാം ഇത് കാണുന്നുണ്ട്. യേശുവിൽ വസിക്കുക എന്നതിലുപരിയായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും മനുഷ്യനെ സംബന്ധിച്ച് ഇല്ല. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണോ, അതോ നമ്മിലേക്ക് കടന്നു വന്ന ദൈവത്തെയാണോ കാണുന്നത്? യേശുക്രിസ്തു നമുക്ക് മുമ്പാകെ വയ്ക്കുന്ന ഒരു വ്യവസ്ഥ വളരെ വലുതാണ്. അത് നല്ലവരായി ജീവിക്കുക എന്നത് മാത്രമല്ല, ഒരു പുതു സൃഷ്ടിയായി മാറുക എന്നത് കൂടിയാണ്. വീണ്ടും ജനിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയാണ്, പുതു സൃഷ്ടിയായി മാറുക. ഈ വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയിലാണ് മനുഷ്യൻ പൂർണ്ണതയിലെത്തുന്നതും. ഈ പ്രധാനപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് താങ്ങാനാവാത്തതായി അനുഭവപ്പെടുന്ന ചിന്തകളും അസ്വസ്ഥതകളും വിട്ടുപോകുന്നു തനിയെ തന്നെ. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ സഹോദര സഹോദരി, പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള യേശുവിലേക്ക് നോക്കുവാനും തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, തീർച്ച.